സ്റ്റുഡൻസ്, എല്ലാവരും USSന്റെ തിരക്കിട്ട് പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. എല്ലാവരും ഒരു അവസാന ഓട്ടത്തിലായിരിക്കും അല്ലെ? ഫൈനൽ ലാബ് പ്രിപ്പറേഷൻ. നമുക്കറിയാം ഒരു 10-11 ദിവസങ്ങളെ നമുക്കിനി USS മെയിൻ എക്സാമിനുള്ളൂ. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഓക്കെ, സോഷ്യൽ സയൻസ്, ലാംഗ്വേജസ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ USS മോഡൽ എക്സാം എഴുതിയവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ആരെങ്കിലും എഴുതാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ കീ ഡിസ്കഷൻ നമ്മളെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നോക്കുക, അതിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഓരോ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും എത്ര സമയം വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താം. ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിനും നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. ഓരോ സബ്ജക്ട്സിനും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സബ്ജക്റ്റിലും വരിക എന്നുള്ള ഒരു ബ്രീഫ് ഡിസ്കഷൻ ആണ്. ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട്, പിന്നെ കൂടാതെ അറിയാത്ത ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ ഒരു പാറ്റേൺ ഒന്ന് അറിഞ്ഞോട്ടെ. ഓക്കെ, സോ നമുക്ക് പാറ്റേണിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമുക്ക് 26 ഫെബ്രുവരി, ഓക്കെ, ഈ വരുന്ന 26-ാം തീയതിയാണ് എക്സാം, വ്യാഴാഴ്ച. ഓക്കെ, 2 പേപ്പർ ഉണ്ടാവും, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 രാവിലെ നടക്കും 10 മണി മുതൽ 12 മണി വരെ. പേപ്പർ 2 1:30 മുതൽ 3:30 വരെ 2 മണിക്കൂറിന്റെ 2 പേപ്പേഴ്സ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഓക്കെ, ഇനി ഓരോ പേപ്പറിലും ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എത്ര ക്വസ്റ്റ്യൻസ് വീതാണെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. പാർട്ട് എയിലോട്ട് വരാണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 1, നിങ്ങൾ ഏതാണോ ഫസ്റ്റ് ലാംഗ്വേജ് അതായിരിക്കും. സെക്കൻഡ് പാർട്ട് ബി, ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 2. പിന്നെയോ മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പല ആൾക്കാരും മാർക്ക് കളയാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് നമ്മളെ മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് എക്സ് ആൻഡ് വൈ ലേണിംഗ് അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ USS ക്ലാസ് 7 എന്ന ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ് ആൻഡ് വൈ USS എന്നുള്ള ചാനലിൽ പോയിട്ട് വീഡിയോസിൽ തപ്പി നോക്കാം. ഓക്കെ, ഒരുപാട് വീഡിയോസ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ആയിട്ട്, സോഷ്യൽ സയൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ലൈവ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് വേഗം കണ്ടു തീർക്കാം. ഓക്കെ, പിന്നെയോ ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റിനും വെയിറ്റേജ്, ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ലാംഗ്വേജിന് നമുക്ക് 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരാം. ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 2-ന് 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ 1 മാർക്ക് വീതമാണ് കിട്ടുക. ഓക്കെ, മാത്തമാറ്റിക്സിന് നിങ്ങൾ ശ്രദ്ധിക്കണം, 20 മാർക്കിന് മാത്സിനും മെന്റൽ എബിലിറ്റിന്നും മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സോ മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങളെ റാങ്ക് ഡിസൈഡ് ചെയ്യുക. നമുക്കറിയാം USS റാങ്ക് ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രം പോരാ, ബാക്കിയുള്ള കുട്ടികളെ മുന്നിലെത്തണം. ഓക്കെ, സോ മാത്സും മെന്റൽ എബിലിറ്റി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനാണ് ഞാൻ പറഞ്ഞത് എക്സ് ആൻഡ് വൈ USS ക്ലാസ്സസ് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 2 ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന 1:30 മുതൽ 3:30 വരെയുള്ള എക്സാം ആയിട്ടുള്ള പേപ്പർ 2 ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ആണ് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, 3 പാർട്ടുകളുണ്ട്. പാർട്ട് എയിലെ ഇംഗ്ലീഷ് ആണ് ചോദിക്കുക. ഇംഗ്ലീഷിന് നേരത്തെ പറഞ്ഞ പോലെ 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 1, ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് 2 പറഞ്ഞ പോലെ. ഓക്കെ, ബേസിക് സയൻസിന് 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിട്ടുള്ള 3 സബ്ജക്ട്സിനും കൂടി ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ, സോഷ്യൽ സയൻസിന് 20 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ശ്രദ്ധിക്കണം, സോഷ്യൽ സയൻസിന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ബേസിക് സയൻസിന് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഇംഗ്ലീഷിന് 15 മാർക്കിന്റെ, ഫസ്റ്റ് ലാംഗ്വേജിന് 15 + 15 ആയിട്ട് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, സോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പോവാ. നിങ്ങളായിട്ടൊരു ടൈം സ്ട്രാറ്റജി, ഓക്കെ, ടൈം മാനേജ്മെന്റ് എക്സാമിനെ ഉണ്ടാക്കിയെടുക്കാനേ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വിവരം ഉപയോഗപ്പെടുത്താം. നോക്കാം, നിങ്ങൾ ഫസ്റ്റ് പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് 2 മണിക്കൂറിന്റെ എക്സാമാണ്. നമുക്ക് നമ്മളെ ലാംഗ്വേജസിന് അധികം സമയം ചിലപ്പോൾ വേണ്ടി വരില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള ആയിരിക്കും. ഓക്കെ, അതല്ലാത്ത ചിലപ്പോൾ ഫ്രേസൽ വെർബ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേഗം എഴുതാം, അറിയില്ലെങ്കിൽ ഒഴിവാക്കാം. സോ ദീസ് ആർ നോട്ട് ടൈം കൺസ്യൂമിങ് കമ്പയർഡ് ടു മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഓക്കെ, സോ നിങ്ങൾ വേഗം ഫസ്റ്റ് ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേഗം മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിനും കുറച്ച് സമയം എടുത്ത് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു ബി റാങ്ക് ഡിസൈഡിങ്. ഓക്കെ, സോ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. ഓക്കെ, അതുപോലെ സോഷ്യൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഒരു ടൈം സ്ട്രാറ്റജി, ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയിട്ട് പോവുക. നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസർ കീ ഡിസ്കഷനിലൂടെ പോയി നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു. നമ്മൾ ലൈവ് ക്ലാസ്സസ്
നിങ്ങൾ എക്സാം വൈ USS ലൈവിൽ പോയാൽ ലൈവ് ക്ലാസ്സസ് ഡിസ്കഷനിലുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിലൂടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എങ്ങനെ പഠിക്കാമെന്നെല്ലാം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. USSനെ ഫുൾ പവറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. എല്ലാവർക്കും USS കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.